പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമുക്ക് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരാറുണ്ട് അല്ലേ. അതിപ്പോഴും നമ്മളിപ്പോൾ ഒരു കുറേ പേരിരിക്കുന്ന ഒരു സദസ്സിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ, അങ്ങനെ പല പല സന്ദർഭത്തിലും ഇൻ്റർവ്യൂവിനാണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. ഇൻ്റർവ്യൂവിന് നമുക്ക് എങ്ങനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ക്ലാസ് നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമ്മൾ അതാണ് പഠിക്കുന്നത്, നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇടുക. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, പഠിച്ചാൽ മാത്രം മതി. നമുക്ക് ശ്രദ്ധിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളെപ്പോഴും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രോപ്പർ ഐ കോൺടാക്റ്റ് കൊണ്ടുവരിക. ഐ കോൺടാക്റ്റ് എന്ന് നമ്മൾ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാനൊരു സദസ്സിൽ നിന്ന് സംസാരിക്കുന്നെങ്കിൽ ഞാൻ ആരുടെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്? അങ്ങനല്ല, പലരുടെയും കണ്ണിലേക്ക് നോക്കുക അല്ലേ. ഒരാളുടെ എന്നല്ല, അങ്ങനെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നോക്കി നമ്മൾ സംസാരിക്കുക. പിന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, സ്മൈൽ ചെയ്യുക. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പേടി ഭയങ്കരമായിട്ട് നമ്മൾ കുറയും നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകത 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കാനുള്ള ഒരു മാർഗമായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം, ഗുഡ് ആഫ്റ്റർനൂൺ പറയാം, ഗുഡ് ഈവനിങ് പറയാം അല്ലേ. ഏത് സമയത്താണ് പറയേണ്ടത്? ഉച്ചയ്ക്ക് 12 മണി വരെ നമ്മൾ ഗുഡ് മോർണിംഗ് ആണ് പറയേണ്ടത്. ഉച്ചയ്ക്ക് ശേഷം 5 മണി വരെ, 12 മണി തൊട്ട് 5 മണി വരെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഗുഡ് ആഫ്റ്റർനൂൺ. വൈകുന്നേരം 5 മണിക്ക് ശേഷം ഗുഡ് ഈവനിങ്. നമുക്ക് ഇനി 5 എന്നുള്ളത് 4 ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോഴാണ് നമ്മൾ പിരിയാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? ഗുഡ് നൈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ആദ്യമായിട്ടാണ് ഒരാളെ കാണുന്നത് ആ ദിവസം എങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് എപ്പോഴും പറയണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ടീച്ചേഴ്സ് എങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അങ്ങനെയല്ല, നമ്മൾ സമയം അനുസരിച്ചാണ് അത് പറയേണ്ടത്. ഇനി നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, ഐ എം ജസ്റ്റിൻ തോമസ്. നമ്മുടെ പേരല്ലേ, ഐ എം ജസ്റ്റിൻ തോമസ്. അല്ലെങ്കിൽ മൈ നെയിം ഈസ് ജസ്റ്റിൻ തോമസ്. ഇനി ചിലരെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ പഠിപ്പിച്ച് കേട്ടിട്ടുണ്ട്, മൈ സെൽഫ് ജസ്റ്റിൻ തോമസ്. അത് തെറ്റാണ്, അങ്ങനെ പറയരുത്. മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പറയരുത്. നമ്മൾ എന്ത് പറയാം? ഐ എം ജസ്റ്റിൻ തോമസ് പറയാം, അല്ലെങ്കിൽ മൈ നെയിം ഈസ് ജസ്റ്റിൻ തോമസ്, അങ്ങനെ പറയാം. അത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കുക. ഏതിലോർണം പഠിച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് വ്യത്യസ്ത രീതിയിൽ പറയാൻ നമ്മൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ഒരെണ്ണം എടുക്കുക. ഇപ്പോൾ ഇവിടെയാണെന്നെങ്കിൽ മൈ നെയിം ഈസ് ജസ്റ്റിൻ തോമസ്, അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. അത് മാത്രം പഠിക്കുക. നമ്മൾ ഒത്തിരി വെറൈറ്റി ആയിട്ട് നമ്മൾ പഠിക്കും. ഇനി ഐ എം ഫ്രം, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? ഐ എം ഫ്രം കേരള. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഡൽഹിയിലുള്ള ഒരാളായിട്ട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഐ എം ഫ്രം കേരള. കേരളത്തിലുള്ള ഒരാളോടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാമല്ലോ ഐ എം ഫ്രം കോട്ടയം, അല്ലെങ്കിൽ ഐ എം ഫ്രം കാഞ്ഞിരപ്പള്ളി. ഇനി ഞാൻ കേരളത്തിലാണ് ജനിച്ചതും വളർന്നതും കേരളത്തിൽ നമ്മൾ കേട്ടില്ലേ, ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ കേരള. ഐ വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ കേരള എന്നും പറയാം. പക്ഷേ ഇച്ചിരി നല്ലതാണ് ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ കേരള. അവിടെയാണ് ഞാൻ ജനിച്ചോ വളർന്നതൊക്കെ. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ പൂനെ ഫോർ ദ ലാസ്റ്റ് 10 years. ഞാൻ പൂനെയിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് താമസിക്കുന്നത്. ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അയ്യോ അതൊക്കെ പഠിക്കണം, അല്ല അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 1 എന്ന് യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1ാമത്തെ ചാപ്റ്റർ മുതൽ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ വരുന്ന ഒരു പ്രയോഗമാണ് എന്താണ്? ഐ ഹാവ് ബീൻ അല്ലെ. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ പൂനെ ഫോർ ദ ലാസ്റ്റ് 10 years എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ചിലർ പറയുന്നുണ്ട് മൈ റൂട്ട്സ് ആർ ഫ്രം, അല്ലെങ്കിൽ ഐ ഹെയിൽ ഫ്രം, ഐ ബിലോങ് ടു. സത്യത്തിൽ ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, നമുക്ക് ഒരെണ്ണം പഠിക്കാം അല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെയുള്ള വേറെ വ്യത്യസ്തമായ രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞു പഠിക്കാം. വാട്ട് ഡു യു ഡു, നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലേ. വാട്ട് ഡു യു ഡു, അതാണ് അവിടെ ചോദ്യം. ഇനിയിപ്പോൾ ഈ വാട്ട് ഡു യു ഡുവിന് വേറെ അർത്ഥമുണ്ട്. എന്താണ് നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളതും അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ. ഐ എം എ സ്റ്റേ അറ്റ് ഹോം പാരന്റ്. എന്താണ്? ഞാൻ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുകയാണ്. അത് വലിയൊരു പണിയാണ് അല്ലേ. അല്ലെങ്കിൽ ഐ എം എ സ്റ്റേ അറ്റ് ഹോം മോം, അല്ലെങ്കിൽ ഐ എം എ സ്റ്റേ അറ്റ് ഹോം ഫാദർ എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ പേരന്റ് എന്ന് പറഞ്ഞാലും മതി. ഐ എം എ ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കുന്ന ആളാണ്, അതല്ലേ നമ്മൾ സ്ത്രീകളൊക്കെ സാധാരണ പറയാം. ഐ എം എ ഹോം മേക്കർ. ഐ എം എ സ്റ്റുഡൻറ്റ്, ഞാൻ എൻ്റെ വിദ്യാർത്ഥിയാണ്. ഐ എം പെർസ്യൂയിങ് മൈ ഗ്രാജുവേഷൻ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഐ എം ഡൂയിങ് മൈ ഗ്രാജുവേഷൻ.
I am a stay-at-home parent. I am a homemaker. I am a student. I am pursuing my graduation. ഇനി what do you do എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് സെയിം തന്നെ ഇങ്ങനെ ചോദിക്കേണ്ടത് what do you do for living എന്നും ചോദിക്കാറുണ്ട്. ഐ എം ഹിയർ സെർച്ചിങ് ഫോർ എ ജോബ്. ചിലപ്പോൾ നമ്മൾ ദുബൈയിലേക്ക് പോയിരിക്കും അല്ലേ, അന്നേരം നമ്മൾ അവിടെ ജോലി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം ഹിയർ സെർച്ചിങ് ഫോർ എ ജോബ്. ഐ എം ഇൻ ബിറ്റ്വീൻ ദ ജോബ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജോലി രാജിവെച്ചു, ഇപ്പം നിലവിൽ പണിയൊന്നുമില്ല, ഞാൻ എൻ്റെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് തന്നെയാണ് ഐ എം ഇൻ ബിറ്റ്വീൻ ദ ജോബ്സ്. പക്ഷേ നമ്മൾ ആദ്യത്തെ പറഞ്ഞാൽ അല്ലേ ഐ എം ഹിയർ സെർച്ചിങ് ഫോർ ദ ജോബ്, അല്ലെങ്കിൽ ഹിയർ വേണ്ട, ഐ എം സെർച്ചിങ് ഫോർ എ ജോബ്. ഐ എം എ ബിസിനസ് മാൻ, ഞാൻ ബിസിനസ്സുകാരനാണ്. ഐ എം എ ബ്ലാക്ക് സ്മിത്ത്, ഞാനൊരു ഇരുമ്പ് പണിക്കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു കൊല്ലനാണ്. ഐ എം എൻ ഓട്ടോ ഡ്രൈവർ. ഐ എം എ സെയിൽസ് എക്സിക്യൂട്ടീവ്. ഐ വർക്ക് ആസ് എൻ എൻജിനീയർ, ഞാനൊരു എൻജിനീയറായിട്ട് ജോലി ചെയ്യണം. ഐ എം എ റിട്ടയർഡ് നേഴ്സ്, ഞാൻ റിട്ടയർഡ് നേഴ്സാണ്. ഐ വർക്ക് ഇൻ എ ഫാക്ടറി. ഇനി പറയണേ എനിക്ക് 2 സഹോദരന്മാരുണ്ട്. ഐ ഹാവ് ഗോട്ട് 2 ബ്രദേഴ്സ്, അല്ലെങ്കിൽ ഐ ഹാവ് 2 ബ്രദേഴ്സ് എന്ന് പറയും. ഇച്ചിരി പറഞ്ഞ് ആൾക്കാർ സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ഐ ഹാവ് ഗോട്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഐ ഹാവ് ആണെങ്കിലും മതി. ഐ ഹാവ് ഗോട്ട് 2 ബ്രദേഴ്സ്. ഐ ഹാവ് ഗോട്ട് 1 എൽഡർ ബ്രദർ ആൻഡ് 1 യങ്ങർ സിസ്റ്റർ. എനിക്കൊരു മൂത്ത സഹോദരനും ഒരു ഇളയ സഹോദരിയുണ്ട്. ഇനിയിപ്പോഴേ ഇതിൻ്റെ രണ്ടിനും പകരമായിട്ട് നമുക്ക് എങ്ങനെ എന്ത് പറയാം? ഐ ഹാവ് ഗോട്ട് 2 സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും എല്ലാം നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഐ ഹാവ് ഗോട്ട് 2 സിബ്ലിങ്സ്. ഐ ഹാവ് ഗോട്ട് 2 ബ്രദേഴ്സ്. I have got 1 elder brother and 1 younger brother. I have got 2 siblings. I like to watch TV. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? I like to watch TV during my free time. പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. I like to play mobile games. I like to play cricket. I like to read book. I like to watch movies. ബുക്ക് വായിക്കാനാണ്, സിനിമ കാണാനാണ്. During my free time. ചുമ്മാ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം. I like reading book. I like to read book എന്നും പറയാം, അല്ലെങ്കിൽ I like reading books. I love eating fish. It's so delicious. ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ലേ, എങ്കിലും ഞാൻ ഈ ഐ ലൈക്ക് പറഞ്ഞപ്പോൾ പറയുന്നുള്ളൂ. ഐ ലവ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലൈക്കിനേക്കാളും 1 ഡിഗ്രിയുടെ മുകളിലുള്ള ഐ ലവ് റീഡിങ് ബുക്സ് എന്ന് പറയാം. തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്ക് വായിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് പിന്നെ മീൻ കഴിക്കുന്നത് വലിയ ഇഷ്ടമാണല്ലേ. ഇറ്റ്സ് സോ ഡെലീഷ്യസ്. ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രുചികരമായിട്ടുള്ള ഒന്നിനാണ് നമുക്ക് ഡെലീഷ്യസ് എന്ന് പറയാം. I like to watch TV during my free time. I like to read books. I like to watch movies. I like reading books. I love eating fish. It's so delicious. ഇനി നമ്മൾ പേരൻസിനെ പറ്റി പറയണമെങ്കിലോ, ഫോർ എക്സാമ്പിൾ മൈ ഫാദർ ഈസ് എ ഫാമർ ആൻഡ് മൈ മദർ ഈസ് എ ഹോം മേക്കർ. എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്, അമ്മ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്നു അല്ലേ, ഈസ് എ ഹോം മേക്കർ. മൈ ബ്രദർ ഈസ് സ്റ്റഡിയിങ് ഇൻ ദ 5th സ്റ്റാൻഡേർഡ്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോഴേ സ്റ്റാൻഡേർഡിന് പകരമായിട്ട് നമുക്ക് ഗ്രേഡും പറയാം. അങ്ങനെ സാധാരണ നിങ്ങളിപ്പോൾ വിദേശികളൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും. മൈ ബ്രദർ ഈസ് സ്റ്റഡിയിങ് ഇൻ ദ 5th grade. നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം? വാട്ട് വുഡ് യു ലൈക്ക് ടു ബിക്കം? വെൻ ഐ ഗ്രോ അപ്പ് ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ടീച്ചർ, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഫാർമർ. ഇവിടെ ശ്രദ്ധിക്കുക, വെൻ ഐ ഗ്രോ അപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത്? ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ടീച്ചർ. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഫാർമർ വെൻ ഐ ഗ്രോ അപ്പ്. അപ്പോൾ അത് വേണം അവസാനം വെള്ളം ചേർക്കാം, ആദ്യം വെള്ളം ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഞാനിവിടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എക്സാമ്പിൾ തരുവാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ എക്സാമ്പിൾ ഒന്ന് താഴെ എഴുതുക. നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റിലൊന്ന് എഴുതുക. ഹലോ, ഗുഡ് മോർണിംഗ്. മൈ നെയിം ഈസ് ജസ്റ്റിൻ തോമസ്. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ കേരള. ഐ ബീൻ ലിവിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 7 years. I did my studies from Kerala. I did my graduation from Kerala. I work as a marketing manager. I live with my wife and my little daughter. I love teaching English during my free time. Thank you all very much for your time and see you soon. ഇവിടെ താങ്ക് യു ഓൾ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം ആൻഡ് സീ യു സൂൺ. പിന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനേക്കാളും വിശദമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ജോലിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.